Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC KFC അസിസ്റ്റന്റ് എക്സാം സെപ്റ്റംബർ 13 നടക്കാൻ പോവാണ്. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. ലാസ്റ്റ് സെഷനാണ്. നമ്മൾ 95 ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഒരു 5 ചോദ്യങ്ങൾ കൂടിയാണ് നമുക്ക് പെൻഡിങ് ഉള്ളത്. സോ നമുക്ക് 5 ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷനിലോട്ട് കടക്കാം. ഇതിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് ഉണ്ടായിരിക്കും, അതിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 96. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ഡീൽസ് വിത്ത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 എന്ന് പറയുമ്പോൾ അത് എന്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? നമ്പർ 1, വാല്യുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ ഇൻവെൻട്രീസ്, ഫിക്സ്ഡ് അസെറ്റ്, ഫിക്സീഷ്യസ് അസെറ്റ്സ്. ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2. ഓക്കെ, അതിൽ വേറെ ഫർദർ ഒന്നും പറയാനില്ല. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 97. When cash is received from Mr. X, no entry is made in the cash book by the cashier. Cash കിട്ടി, ബട്ട് കാഷ്യർ ഒരു എൻട്രിയും കാണിച്ചില്ല. ആൻഡ് ഹി മേക്സ് എ പേഴ്സണൽ യൂസ് ഓഫ് ദ സെയിം. അത് പേഴ്സണൽ യൂസിന് യൂസ് ചെയ്തു. Subsequently, on receipt of remittance from Mr. Y, the amount recorded as cash received from Mr. X. കളതരം. ആൻഡ് ദിസ് പ്രോസസ് കണ്ടിന്യൂസ്. അപ്പോൾ ഒരാളുടെ നിന്ന് പൈസ കിട്ടിയിട്ട് അത് എൻട്രി കാണിച്ചില്ല, വേറൊരാളുടെ നിന്ന് റെമിറ്റൻസ് വന്നപ്പോൾ അത് ഈ പറയുന്ന എക്സിൽ നിന്ന് കിട്ടി എന്നുള്ളത് കാണിക്കുന്നു. ദിസ് മാൽ പ്രാക്ടീസ് ബൈ ദി കാഷ്യർ ഈസ് കോൾഡ്. അല്ലേ, കള്ളത്തരം കാണിക്കുക കാഷ്യർ. ഒരാളുടെ നിന്ന് പൈസ കിട്ടുമ്പോൾ അത് എൻട്രി കാണിക്കാതിരിക്കുക, വേറൊരാളുടെ നിന്ന് പിന്നെ പൈസ കിട്ടുമ്പോൾ ഇയാളുടെ നിന്ന് കിട്ടി എന്നുള്ളത് കാണിക്കുക. അങ്ങനെ ഒരു കള്ളത്തരം കാണിച്ച് ഇങ്ങനെ പിടിക്കപ്പെടാണ്ട് ഇങ്ങനെ പോകുന്ന പരിപാടി. അതിനെ പറയുന്ന പേരെന്താണ് ഈ മാൽ പ്രാക്ടീസിന്? അപ്പോൾ അതിൽ ലാപ്പിംഗ് ബ്രിട്ടീഷ് ടൈമാണ് കള്ളത്തരത്തിൻ്റെ. പിന്നെ ടീമിങ് ആൻഡ് ലീഡിങ്, അഗെയിൻ കള്ളത്തരങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ടൈമാണ്. ഷോർട്ട് ബാങ്കിങ്, അതും. സോ ഇത് മൂന്നും ഈ മാൽ പ്രാക്ടീസ്, ഈ പറയുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. ഇപ്പോൾ കാഷ്യർ മാൽ പ്രാക്ടീസസ് നടത്തുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 3 കൺസെപ്റ്റുകളാണ്. ലാപ്പിംഗ് ആണെങ്കിലും, ടീമിങ് ആൻഡ് ലൈഡിങ് ആണെങ്കിലും, ഷോർട്ട് ബാങ്കിങ് ആണെങ്കിലും. സോ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരാം കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 98. എ കാഷ്വൽ വേക്കൻസി ഓഫ് എൻ ഓഡിറ്റർ ഇൻ എ കമ്പനി caused by resignation of an auditor can be filled by. അപ്പോൾ ഒരാൾ റിസൈൻ ചെയ്തു, ഒരു വാക്കൻസി വന്നു, അപ്പോൾ അത് ഇറ്റ് ക്യാൻ ബി ഫിൽഡ് ബൈ. എങ്ങനെയാണ്? നമ്പർ 1, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്, ബൈ ദ കമ്പനി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ജനറൽ മീറ്റിംഗ്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പോൾ എങ്ങനെയാണ് റെസിഗ്നേഷൻ ഒരു സ്ഥാപനത്തിൽ വന്നതിന് ശേഷം നെക്സ്റ്റ് ഒരു വേക്കൻസി ഫിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ജനറൽ മീറ്റിങ്ങിലാണ്, ബൈ ദ കമ്പനി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ജനറൽ മീറ്റിങ്ങിലൂടെയാണ് അതിൻ്റെ കാര്യങ്ങൾ നടക്കുക. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 98. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 99. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ സിവിൽ ലൈബിലിറ്റി ഓഫ് എൻ ഓഡിറ്റർ? സിവിൽ ലൈബിലിറ്റി ഉണ്ട്, ക്രിമിനൽ ലൈബിലിറ്റി ഉണ്ട്. അപ്പോൾ താഴെയുള്ളതിൽ ഏതാണ് സിവിൽ ലൈബിലിറ്റി? സോ ആദ്യത്തെ മിസ്ഫീസൻസ്, ലൈബിലിറ്റി ഫോർ മിസ്ഫീസൻസ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും സിവിൽ ലൈബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോങ് ഫുൾ ഡൂയിങ്, തെറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് ഒരാളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്ന്, അപ്പോൾ ആ തെറ്റിനെ നമുക്ക് സിവിൽ ലൈബിലിറ്റിയുടെ ഉള്ളിൽ വയ്ക്കാം. ദെൻ ലൈബിലിറ്റി ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് മിസ്സ്റ്റേറ്റ്മെൻറ്റ്, അതൊക്കെ ക്രിമിനൽ ലൈബിലിറ്റിയാണ്. ഫെയിലിയർ ടു അസിസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ, അത് ക്രിമിനലാണ്. ഫെയിലിയർ ടു റിട്ടേൺ പ്രോപ്പർട്ടി, ബുക്സ് ഓർ പേപ്പേഴ്സ്, അതും ക്രിമിനലാണ്. അപ്പോൾ റോങ് ഫുൾ, തെറ്റായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് അതിനൊക്കെ നമ്മൾ സിവിലായിട്ട് വയ്ക്കും. ബാക്കിയുള്ള 3 ക്രിമിനലാണ് കേട്ടോ. ആൻസർ എ ആണ് വരാം.
ഇൻവെസ്റ്റിഗേഷൻ ഈസ് കമ്പൽസറി ഇൻ ദി കേസ് ഓഫ്. അപ്പോൾ നമുക്ക് 3 ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതിൽ ഇൻവെസ്റ്റിഗേഷൻ നിർബന്ധമായും വേണ്ടത് ഏത് സ്ഥാപനത്തിലാണ്? നമ്പർ 1 പാർട്ണർഷിപ്പ് പറയുന്നുണ്ട്, പിന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, നൺ ഓഫ് ദി അബോവ്. ഏതാ വരാ? ഈ പറയുന്ന സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഒരാൾ ബിസിനസ് ചെയ്യുന്നതാണ്. പാർട്ണർഷിപ്പ് ആണെങ്കിലും അതിൽ വല്ലാണ്ട് പ്രശ്നങ്ങളൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരില്ല. ബട്ട് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി അങ്ങനെയല്ല, എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ വേണം. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓഡിറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു 5 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ 100 ചോദ്യങ്ങളും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോസൊക്കെ നമ്മളൊരു 20 വീഡിയോസിലൂടെ 100 ചോദ്യങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അഡീഷണൽ MCQs നമുക്ക് വരും വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നടത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.